നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC മോഡൽ എക്സാമിനേഷൻ തുടങ്ങാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ മെയിൻ എക്സാമും SSC മെയിൻ എക്സാമും നടക്കും. ഈ പരീക്ഷകൾ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്ന ആൻസർ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് ഇതാ ഇങ്ങനെയുണ്ടാവും. ഇത്രയും കാലം നിങ്ങൾ എഴുതിയ പരീക്ഷയിൽ ഇങ്ങനത്തെ ഫ്രണ്ട് പേജുള്ള പേപ്പർ അല്ല കിട്ടിയത് അല്ലേ? പക്ഷേ SSC മോഡൽ എക്സാമിനേഷനും SSC മെയിൻ എക്സാമിനേഷനും ഇതാ ഇങ്ങനെ ഫ്രണ്ട് പേജുള്ള ഒരു ആൻസർ ഷീറ്റ് ആയിരിക്കും ലഭിക്കുക. ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും, അതിൽ 5-6 പേജ് ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയായിരിക്കും. ഈ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്തിരിക്കണം. തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. ഈ ഫ്രണ്ട് പേജിൽ നിങ്ങൾ വരുത്തുന്ന തെറ്റുകൾ നിങ്ങളുടെ ഉത്തര പേപ്പറിനെ മേ ബി നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. സോ ശ്രദ്ധിച്ച് വേണം ഫില്ല് ചെയ്യാൻ. എങ്ങനെ ഫില്ല് ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഇതേപോലെ എക്സാമുമായി ബന്ധപ്പെട്ട് ഉള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. സോ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് SSC പരീക്ഷ ഉപയോഗിക്കുന്നൊരു മെയിൻ ഷീറ്റാണ്. അതിൻ്റെ ഒരു മാതൃകയാണിത്. ഈ ഷീറ്റിൻ്റെ പിക്ചറാണ് നിങ്ങളിത് അവിടെ സ്ക്രീനിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് കാണുന്നത്. ബാക്കി താഴെട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം. അവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, സോ ഇതിൻ്റെ ഇവിടെയാണ് നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യാനുള്ളത്. ഈ ഏരിയയാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. ഈ കൊടുത്തിരിക്കുന്ന ഏരിയ നോക്കൂ. ഏറ്റവും ആദ്യത്തെ ചോദ്യം, നെയിം ഓഫ് ദി എക്സാമിനേഷൻ. ഇപ്പോൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈം തുടങ്ങുന്നതിൻ്റെയും 15 മിനിറ്റ് മുമ്പേ തന്നെ നിങ്ങൾക്ക് പേപ്പർ കിട്ടും. ആ 15 മിനിറ്റിലാണ് കൂൾ ഓഫ് ടൈമിൻ്റെയും 15 മിനിറ്റ് മുമ്പേ ആണ്. ഇപ്പോൾ 9:45 കൂൾ ഓഫ് ടൈം തുടങ്ങുന്നതെങ്കിൽ 9:30 ഈ പേപ്പർ കൈ കിട്ടും. അപ്പോൾ മുതലാണ് നിങ്ങളിത് ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് നെയിം ഓഫ് ദി എക്സാമിനേഷൻ. പരീക്ഷയുടെ പേര് എന്താണ് എന്നാണ്. എക്സാമിനേഷൻ്റെ പേര് നിങ്ങൾ എഴുതാൻ പോകുന്നത് SSC മോഡൽ പരീക്ഷയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് മോഡൽ എക്സാമിനേഷൻ എന്ന് എഴുതിയ ശേഷം മോഡൽ എക്സാം ഫെബ്രുവരിയിലല്ലേ നടക്കാൻ പോകുന്നത്. സോ ഫെബ്രുവരി 2026. ഇത് SSC മെയിൻ എക്സാമിനേഷൻ ആണെങ്കിൽ SSSC എക്സാമിനേഷൻ മാർച്ച് 2026 ആയിരിക്കും. ഇത് മോഡൽ എക്സാം ആയതുകൊണ്ട് മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2026. വേറെ കാര്യമുണ്ട്, ആസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യക്കടലാസിലുള്ളതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും എക്സാമിനേഷൻ്റെ പേര്. നിങ്ങളത് നോക്കി എഴുതിയാലും മതി. വേറെ പേരൊന്നുമില്ല, ഇത് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇനി സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോകുന്ന പേരുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും പരീക്ഷയുടെ പേരെന്താണെന്ന്. അതേപോലെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ശരി. രണ്ടാമത് എഴുതേണ്ടത് സബ്ജക്റ്റ്. ഏത് സബ്ജക്റ്റാണ് പരീക്ഷ നടക്കുന്നതാണ് രണ്ടാമത് എഴുതേണ്ടത്. അപ്പോൾ അത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് എഴുതുക, മാത്സ് ആണെങ്കിൽ മാത്സിന് എഴുതുക, മലയാളം ആണെങ്കിൽ മലയാളം എഴുതുക. ഏതാണോ എക്സാമിനേഷൻ്റെ പേര് അത് എഴുതുക. ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. നമുക്കിവിടെ ജസ്റ്റ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എന്ന് എഴുതാം. ഇംഗ്ലീഷാണ് എക്സാമിൽ ഇംഗ്ലീഷ് എന്ന് എഴുതാം. ഇവിടെ പേപ്പർ, അവിടെ ശ്രദ്ധിക്കണം. ഈ പേപ്പർ എന്ന് കൊടുത്തെടുത്ത് സാധാരണഗതിയിൽ നിങ്ങൾക്ക് മലയാളം ഒഴികെ മറ്റൊന്നും സെക്കൻഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇല്ലല്ലേ. മലയാളം ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. മലയാളം ഫസ്റ്റ് എല്ലാവർക്കും പഠിക്കാനില്ല, അത് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മറ്റു പല ഭാഷകളും പഠിക്കുള്ളത്. പക്ഷേ മലയാളം സെക്കൻഡ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം എന്ന് എഴുതി ഇവിടെ സെക്കൻഡ്. മലയാളം സെക്കൻഡ് എക്സാം ആണെങ്കിൽ മലയാളം സെക്കൻഡ് എന്ന് എഴുതണം. മലയാളം ഫസ്റ്റ് ലാംഗ്വേജിലെ കുട്ടികൾ പരീക്ഷ എഴുതും മലയാളം പേപ്പർ 1 എന്നും എഴുതണം. അത് മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് ആയി എടുത്ത കുട്ടികൾ മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് എക്സാമിൽ ഇവിടെ മലയാളം എന്നതിന് ശേഷം പേപ്പർ 1 എഴുതണം. മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഉള്ള എല്ലാ കുട്ടികൾക്കും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്നതല്ലേ, അവർ എഴുതേണ്ടത് മലയാളം എന്നതിന് ശേഷം പേപ്പർ 2 എന്നാണ്. ബാക്കി ഒരു സബ്ജക്റ്റും നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടതില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഒന്നും എഴുതേണ്ട. ജസ്റ്റ് ഒരു ഹൈഫൺ ഇവിടെ ഇട്ടാൽ മതി. മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ എഴുതേണ്ട ആവശ്യം ഉള്ളൂ. മൂന്നാമതായിട്ട് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. പരീക്ഷ നടക്കുന്ന തീയതി എന്നാണോ ആ തീയതി എഴുതുക. അപ്പം ഫെബ്രുവരി 16 പരീക്ഷയെങ്കിൽ 16/2/2026 എന്ന് നിങ്ങളവിടെ എഴുതുക. ഈ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷ തുടങ്ങുമ്പോൾ എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾ ഇവിടെ ഒരു കോളം കാണാം, ടോട്ടൽ അഡീഷൻ ഷീറ്റ്സ് യൂസ്ഡ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് പരീക്ഷ തുടങ്ങുമ്പോഴല്ല. പരീക്ഷ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ എത്ര അഡീഷൻ ഷീറ്റ് വാങ്ങുമെന്ന്. എക്സാം കഴിയുമ്പോഴല്ലേ അതിൻ്റെ എണ്ണം പറയൂ. ഈ കോളം, ഈ ഏരിയ മാത്രം എക്സാം എഴുതി കഴിഞ്ഞ ശേഷം അഡീഷണലായിട്ട് വാങ്ങുന്ന ഷീറ്റുകൾ. തുടക്കത്തിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബുക്ക്ലെറ്റിൽ 5-6 പേപ്പറുകൾ ഉണ്ടാവും. ഈ പേപ്പറുകളുടെ എണ്ണം ഒന്നും നിങ്ങൾ എഴുതേണ്ടതില്ല. ഈ പേപ്പറുകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ അഡീഷണലായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പേപ്പർ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം എഴുതുന്നുണ്ട്. അങ്ങനെ 2 അഡീഷണൽ ഉണ്ടെങ്കിൽ 2 എന്ന് എഴുതുക, 1 ആണെങ്കിൽ 1 എന്ന് എഴുതുക. ഇനി ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ട് വെച്ചാൽ മതി. ജസ്റ്റ് ഒരു നിൽ എന്ന രീതിയിൽ ഒരു ഹൈഫൺ ഇട്ട് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ 0 എന്ന് എഴുതിയാലും മതി. 0 എന്ന് എഴുതാൻ ഒരു വര ഇട്ട് വെച്ചാൽ മതി. ഇനി അഡീഷണൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1, 2 എത്രയാണോ അത് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്തുള്ളത്. അതിൻ്റെ താഴെ പക്ഷേ നിങ്ങൾക്ക് സ്കോർ എന്ന് എഴുതി കുറേ നമ്പേഴ്സ് കൊടുത്ത് കാണാം.
1 മുതൽ 15 വരെ, അതിനുശേഷം 16, 17, 18, 19 ഇങ്ങനെ പോകുന്നത് കാണാം. ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളതല്ല. ഇത് നിങ്ങളുടെ ഉത്തരപേപ്പർ നോക്കുന്ന ആളുകൾ, നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ നടത്തുന്ന ടീച്ചേഴ്സിന് ഓരോ ക്വസ്റ്റ്യൻ്റെ താഴെയും അതിൻ്റെ മാർക്ക് ഇടാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിന് മാർക്ക് ഇടാനുള്ള കോളമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്നും എഴുതണ്ട, അവിടെ എഴുതേണ്ടത് നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സാണ്. അത് അവർ ചെയ്തോളും. ഈ ഭാഗം നിങ്ങൾ തൊടേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പേപ്പറിൽ ഇത്രയും ഭാഗം എഴുതുന്നത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. പിന്നെ അവസാനം ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് അവാർഡ് എന്നൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ എഴുതണ്ടല്ല കേട്ടോ, അതൊക്കെ പേപ്പർ നോക്കുന്നവർ എഴുതേണ്ടത്. ഇനി എഴുതാൻ പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി അതിലേക്ക് പോവാം. ഓക്കെ, ശരി. നമ്മളിങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇവിടെ ഒരു ഏരിയ വരും കണ്ടോ. ഇവിടെയാണ് ഇനി നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളത്. നമുക്ക് എന്താണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, നോക്കൂ. ആദ്യം രജിസ്റ്റർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. രജിസ്റ്റർ നമ്പർ ഓഫ് കാൻഡിഡേറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ. നിങ്ങൾ എക്സാമിനേഷൻ, SSLC എക്സാമിനേഷൻ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവുമല്ലോ. ഈ രജിസ്റ്റർ നമ്പർ വെച്ചിട്ടാണല്ലോ നിങ്ങൾ IT എക്സാം എഴുതിയത്. അതേ രജിസ്റ്റർ നമ്പർ തന്നെയാണ് നിങ്ങൾ എഴുതുന്നത്. സോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ നമ്പർ എഴുതുക. പക്ഷേ അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എഴുതാൻ രീതിയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 50, 55, 55 ആണെന്ന് കരുതുക. 5 0 5 5 5 5 ഇത്ര എഴുതുന്നത്. 6 അക്കമുണ്ടെങ്കിൽ ആദ്യത്തെ 6 കോളങ്ങളിൽ 5 0 5 5 5 5 എന്ന് എഴുതുക. അടുത്ത 2 കോളങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെട്ടുക. ഇങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത്. ഇങ്ങനെ 2 ആംഗിളിൽ നിന്നും ക്രോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ കോളങ്ങൾ വെട്ടണം. ബാക്കി നിങ്ങളിവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇൻ വേർഡ്സ് നിങ്ങൾ എഴുതിയ ഈ രജിസ്റ്റർ നമ്പർ അക്ഷരത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? 5 0 5 ഇങ്ങനെ ഓരോ അക്കത്തിൻ്റെ താഴെയും അത് ഏതാണ് അക്കം എന്നുള്ളത് ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കിത് മലയാളത്തിനും എഴുതാം, ഇംഗ്ലീഷിനും എഴുതാം. നിങ്ങൾക്ക് 5 0 5 5 5 എന്നതിന് പകരം 5 0 5 5 5 5 എന്ന് എഴുതിയാലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാരണവശാലും 5,05,555 എന്ന് എഴുതി വെക്കരുത്. അതായത് അക്ഷരത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഓരോ അക്കവും എങ്ങനെയാണെന്നുള്ളത് എഴുതണം. അല്ലാതെ ഇത് ഒന്നിച്ച് കൂട്ടി വായിച്ചിട്ട് എൻ്റെ നമ്പർ 5,05,555 എന്ന് അവിടെ എഴുതി വെക്കരുത്. 5 0 5 5 5 അല്ലെങ്കിൽ 5 0 5 5 5 5 ഈ രീതിയിൽ വേണം എഴുതാൻ. ഇവിടെയും തീർച്ചയായിട്ടും 2 കോളം ബാക്കിയുണ്ട്. ഇവിടെയും നിങ്ങളിങ്ങനെ ക്രോസ് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് താഴെ 2 കാര്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ. ഇവിടെ അത് ഇൻവിജിലേറ്ററുടെ സൈനാണ്. അതായത് പരീക്ഷാ പേപ്പർ നോക്കുന്നതല്ല, നിങ്ങളുടെ എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് വരുന്ന ഒരു ഇൻവിജിലേറ്റർ ഉണ്ടാവുമല്ലോ. എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് വരുന്നൊരു അധ്യാപകൻ ഉണ്ടാവുമല്ലോ. അദ്ദേഹം സൈൻ ചെയ്യണം വിത്ത് ഡേറ്റ് ഇട്ട് അദ്ദേഹം സൈൻ ചെയ്യണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ ഇൻവിജിലേറ്ററെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ഇപ്പം ചിലപ്പോഴൊക്കെ ഏതെങ്കിലും കാരണവശാൽ ഇൻവിജിലേറ്റേഴ്സിനോട് ഇവിടെ സൈൻ ചെയ്യാനൊക്കെ മറന്നു പോകും. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചു വരുത്തിയിട്ട്, ഇപ്പോൾ എക്സാം തുടങ്ങിയ ശേഷം അവർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചു വരുത്തി ഇത് സൈൻ ചെയ്യിക്കണം. കാരണം ഇൻവിജിലേറ്ററുടെ സൈന് ഈ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ വാലിഡ് ആവുന്നുള്ളൂ. അഥവാ ഏതെങ്കിലും കാരണവശാൽ ഇൻവിജിലേറ്ററോട് പേപ്പറിൽ ഈ സൈൻ ചെയ്ത് ഡേറ്റ് ഇടാൻ മറന്നുപോയാൽ നിങ്ങളവരെ ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ പേപ്പറിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ഓക്കെ, പിന്നെ ഒറ്റ കോളമേ ബാക്കിയുള്ളൂ. കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നിങ്ങൾക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പം അത് M101 എന്നോ അല്ലെങ്കിൽ K258 എന്നോ അങ്ങനെ ഒരു കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എക്സാം ഹാളിൽ ഇരുന്ന ടീച്ചറോട് ചോദിച്ചാൽ മതി, ടീച്ചറെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് അവർ പറഞ്ഞു തരും. ആ കോഡ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കി എഴുതുക. ഓക്കെ, പിന്നെ എല്ലാ സ്കൂളിലും മോഡൽ എക്സാമിന് ഇങ്ങനെ ഒരു പേപ്പർ ആയിരിക്കുമ്പോൾ തരുമെന്ന് അറിയില്ല. പക്ഷേ മിക്ക സ്കൂളിലും മോഡൽ എക്സാമിന് ഒരു പേപ്പർ തരും. മെയിൻ എക്സാമിന് വരുമ്പോൾ ഈ ഫ്രണ്ട് പേജിന് ശേഷം ഇവിടെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ നിബന്ധനകളും നിർദ്ദേശങ്ങളും ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ മുതലാണ് നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത്. ഇവിടെ ഒരു മാർജിനൊക്കെ ഇട്ട് എഴുതി തുടങ്ങണം. പക്ഷേ ഇപ്പം തരുന്ന പേപ്പറിൽ മാർജിനൊക്കെ ഓൾറെഡി ഉണ്ടാവും. നിങ്ങളവിടെ എഴുതി തുടങ്ങിയാൽ മാത്രം മതി. സ്കൂളിലെ മോഡൽ പ്രശ്ന ആൻസർ ഷീറ്റ് ആണെങ്കിൽ ചിലപ്പം ഇതിനുള്ളിൽ പ്രിൻ്റ് ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് മെയിൻ പേജ് ഫില്ല് ചെയ്യുക.
കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരമാവട്ടെ എന്നേ അവരും കൂടി പഠിക്കട്ടെ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയാം ഇങ്ങനെ കുറേ ഉപകാരമുള്ള കാര്യങ്ങളുണ്ട്, ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഓക്കെ, കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്